ഹായ്, ഓണത്തെ കിച്ചണിലേക്ക് സ്വാഗതം. വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്വാദുള്ള വിഭവമാണിന്ന് എഗ് പാസ്ത. കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് എഗ് പാസ്ത ഉണ്ടാക്കാൻ പോണേ. 2 പേർക്ക് നല്ലോണം കഴിക്കാനുണ്ടാവും. നമ്മൾ എടുക്കുന്ന അളവ് വെച്ച് ഉണ്ടാക്കിയാൽ. ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇനി ആവശ്യമുള്ള കുരുമുളക് പൊടി. ഇത് കുഞ്ഞ് സ്പൂണാണ്. ഇപ്പോൾ 1 ടീസ്പൂൺ ആയിട്ടുണ്ട്. ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് കഷ്ണാക്കിയതാണ്. ഇത് മിക്സിയിലിട്ടിട്ട് 1/2 കപ്പ് പാല് ചേർത്തിട്ട് അടിച്ചെടുക്കും. നല്ല തിക്കായിട്ടുണ്ട് പാലും ഉരുളക്കിഴങ്ങും കൂടി. പാനിലേക്ക് ഇനി ബട്ടർ ഇട്ട് ചൂടാക്കാം. 1 ടീസ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഒന്നുരുകട്ടെ. ഇത് ഉപ്പ് ചേർക്കാത്ത ബട്ടറാണ്. മീഡിയം ഫ്ലെയിമിൽ മതി, അല്ലെങ്കിൽ ബട്ടർ വേഗം കരിഞ്ഞു പോകും. ഇനി എഗ് മിക്സ് ഒഴിക്കാം. ഇതിൽ ഉപ്പും കുരുമുളക് പൊടിയുമാണ് ചേർത്തേക്കണേ. ഇനി നല്ലോണം ഇളക്കാം. സ്ക്രാമ്പിൾഡ് എഗ്ഗ് പോലെ ചെറുതാവണ്ട, ഇത്തിരി വലിയ പീസസ് ആയിട്ട് കിടന്നോട്ടെ. എഗ്ഗ് നല്ലോണം ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി മാറ്റാം. ഇനി പാനിലേക്ക് ബട്ടർ ഇടാം. 1 ടീസ്പൂൺ നല്ലോണം ഉണ്ട്. ഉരുകിയിട്ടുണ്ട്. ഇനി ഒരു 5-6 വെളുത്തുള്ളി നുറുക്കിയത് ചേർക്കാണ്. പച്ചമണം മാറി വെന്ത് വരണം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഇതിലേക്ക് വേണ്ട ഉപ്പിടാം. 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി യോജിപ്പിക്കാം. ഇനി ഉരുളക്കിഴങ്ങും പാലും മിക്സിയിൽ അടിച്ചതിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നമ്മളിങ്ങനെ ഉരുളക്കിഴങ്ങ് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ കാച്ചിയ പാലോ കാച്ചാത്ത പാലോ ഏതാ വേണ്ടച്ചാൽ ചേർക്കാം. ഇനി ഒരു 1.25 കപ്പ് പാല് ചേർക്കാം. ഒരു 1.25-2 കപ്പ് പാല് വേണ്ടി വരും ആകെ കൂടി. മിക്സിയിൽ അടിച്ചതും ഇപ്പോൾ ചേർക്കും കൂടിയിട്ട്. ഇനി ഒന്ന് തിളയ്ക്കട്ടെ. ഒന്ന് മിക്സായി ഇത്തിരി കുറുകി വരും. ഇനി കോഴിമുട്ട ചേർക്കാം. മിക്സ് ചെയ്യാം. ഇതൊരു കംപ്ലീറ്റ് മീലാണ്. മുട്ടയും ഉരുളക്കിഴങ്ങും പാലും ഒക്കെ ചേർന്നിട്ട്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ പൊടിയായിട്ട് നുറുക്കിയിട്ട് ഇപ്പോൾ ചേർക്കാം. കുറച്ച് കുറുകിയ ഗ്രേവി പോലെയും എഗ് പീസസും കൂടിയാണ് അതുണ്ടാവുക. എണ്ണ ഒട്ടും ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ബട്ടർ തന്നെയാണ്. 2 ടീസ്പൂൺ ബട്ടറാണ് ഉപയോഗിച്ചത്. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി തിക്കാക്കാം. ഇനി ഇരുന്ന് കുറച്ച് കട്ടിയാവും ഉരുളക്കിഴങ്ങായതുകൊണ്ട്. ഓഫ് ചെയ്യാം. കുറച്ച് ഒറിഗാനോ ചേർക്കാം. നല്ല ഫ്ലേവർ കിട്ടും ഇങ്ങനെ ഒറിഗാനോ ചേർക്കുമ്പോൾ. അങ്ങനെ എഗ് പാസ്ത റെഡിയായി കഴിഞ്ഞു. ഒരാൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ 1 കോഴിമുട്ടയും 1 ഉരുളക്കിഴങ്ങും 1 കപ്പ് പാലും ചേർത്തിട്ടും ഉണ്ടാക്കാം. രാത്രി കഴിച്ചാൽ വല്ലാണ്ട് ഹെവി ഫീലും ഉണ്ടാവില്ല, വയറ് നിറയുകയും ചെയ്യും. കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കാം. ഓർഡർ ലൈക്ക് ചെയ്യുക. താങ്ക് യു.